വളഞ്ഞിട്ട് മിന്നാരം മിനുങ്ങിട്ട് നാടാകെ നടക്കുന്ന ബ്രോ, കുന്നോളം കുറുമ്പോടെ തള്ളിന്റെ തള്ളായ ബ്രോ, മണി ഉടഞ്ഞിട്ട് കൂടുകൂടെ ചിരിച്ചിട്ട് അടിപൊളി നടക്കുന്ന ബ്രോ, പണ്ടാരോ പറഞ്ഞിട്ട് പായുന്ന പുലിയായി ബ്രോ. പാട്ടും കൂത്തും താളമേളമിട്ട നേരമിതാ വരവായി, വാക്കും നോക്കും ചിരിപൂരമോടെ രാവുമിതാ വരവായി. കിലുകിലകിലും കുപ്പിവളച്ചിരികൾ ചിരിമണി മുഴങ്ങും, ചിരിച്ചപ്പ് തുറന്നാൽ തുടി തുടിക്കും ചിരിയുടെ ചുട്ടികൾ, കലവില നിറയും ചിരിയുടെ അലകൾ. ഈ രാവിൽ താരാജാലം മുന്നിൽ നിന്നും നൃത്തം വെക്കുന്നേ. പവർഡ് ബൈ ചുങ്ക ജ്വല്ലറിയുടെ ഒരു സുന്ദര സായനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വേദിയിലേക്ക് ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാല് 90കളിലെ ഒരു താര റാണിയാണ്, റെയിനിങ് ക്വീൻ എന്ന് പറയാം. ചിത്രം എന്നുള്ള സിനിമയിലെ കല്യാണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച രഞ്ജിനി മാമാണ് വരാൻ പോകുന്നത്. പ്ലീസ് വെൽക്കം രഞ്ജിനി. தோல் பறக்கத மம்பட்டியா அட மம்பட்டியா எட்டத்துக்கும் கோடி பறக்கத மம்பட்டியா அட மம்பட்டியா எட்ட கூட கல கலக்கத மம்பட்டியா அட மம்பட்டியா பத்த கூட பாட பறக்கத மம்பட்டியா அட மம்பட்டியா. മലയാളത്തിലെ എല്ലാ സൂപ്പർ സ്റ്റാർസിന്റെ ഒപ്പം വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം മാഡത്തിന് ലഭിച്ചിട്ടുണ്ട് അല്ലേ? അതില് ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർസിന്റെ ഒപ്പം നായികയായിട്ട് അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പിന്നെ മലയാള സിനിമ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഒരു മലയാളിക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് ചിത്രം. ആ ചിത്രത്തിലെ നായികയാണ് മാഡം അല്ലേ? ചിത്രം, മുഖം, മുകുന്ദേട്ട, സുമിത്ര വിളിക്കുന്നു, കോട്ടയം കുഞ്ഞച്ചൻ, മലയാളത്തിൽ ഒട്ടുമിക്ക എല്ലാ സൂപ്പർ സ്റ്റാർസും, ജയറാമേട്ടൻ, സുരേഷ് ഗോപിയേട്ടൻ, എല്ലാവരുടെ കൂടെ. ഇപ്പൊ റീസെന്റ് റിംഗ് മാസ്റ്ററിൽ ദിലീപേട്ടന്റെ കൂടെ മാം അഭിനയിച്ചു. തമിഴിലും മാം ആരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്? എല്ലാവരുടെയും. ആണോ? അർജുൻ, കാർത്തിക്, ഒരു വലിയ ലിസ്റ്റാണ്. പ്രഭു, പിന്നെ ശിവാജി അങ്കിളോട് ഒരു 4 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെയ്യാത്ത ആൾക്കാര് 2 പേര് എൻ്റെ ഹിസ്റ്ററിയിലുണ്ട്, കമൽ സർ ആൻഡ് രജനി സർ. പക്ഷെ പടങ്ങൾ കമ്മിറ്റ് ചെയ്തും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ചിത്രം ഷൂട്ടിങ്ങിലായിരുന്നു. അപ്പോൾ ചിത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ 6 months ഒരു പ്രൊജക്റ്റും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ആ സമയമാണ് ഈ 2 പടങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ പാരൻസ് പറഞ്ഞു ഓക്കെ അഡ്വാൻസ് തിരിച്ച് കൊടുത്തിട്ട് നമുക്ക് സിംഗപ്പൂരിൽ പോയി റെസ്റ്റ് എടുക്കാം. അത് കാരണം കൊണ്ടാണ് ഈ 2 പേരോട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. സിംഗപ്പൂരോട് ഒരുപാട് നാളെ റെസ്റ്റ് എടുത്തു ഇല്ല, മേജർ ബ്രേക്ക് വന്നിരുന്നു. അത് 6 മാസം ആ ചിത്രം ടൈമില്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ
ബായ് പറഞ്ഞിട്ട് പോയല്ലേ. കല്യാണത്തിന് ശേഷം മാഡം പിന്നെ വർക്ക് ചെയ്തില്ല? അല്ലല്ല, കല്യാണമല്ല. ഓൾറെഡി ഒരു ബ്രദർ സിംഗപ്പൂരിലെയാണ്, പിന്നെ ഞാൻ ഇവിടെയാണ്, പിന്നെ ഒന്നൊരു വേറെ ബ്രദർ ലണ്ടനിലേക്ക് പോവാണ്. സോ ഇത് കാരണം കൊണ്ടാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു സിനിമ വേണ്ട. മാഡത്തിന്റെ ശരിക്കുള്ള പേരെന്താണ്? സാഷ. സാഷ. ആരാണ് അപ്പൊ രഞ്ജിനി എന്നുള്ള പേരിട്ടത് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോ? എന്റെ ഗുരുവാണ് ഭാരതരാജ സർ, അറിയാമല്ലോ. ഓ പിന്നെ ഉറപ്പായിട്ടും. എങ്ങനെയായിരുന്നു മാഡം സിനിമയിലേക്ക് വന്നത്? സിനിമയിലേക്ക് വന്ന് മീൻസ് എൻ്റെ പാരൻസ് സിംഗപ്പൂരിൽ ചെറിയതായിട്ട് ഹോബി ആയിട്ടാണ് ഫിലിം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. ആ സമയം ഇരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് പോയിട്ടുണ്ട്. ഭാഗ്യരാജ് അങ്കിൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റിൽസ് എടുത്തിട്ട് ചിന്ന വീടിന് ഒരു പടം. ആ, അപ്പോൾ അമ്മ പറഞ്ഞു ഇല്ല പറ്റില്ല, നമ്മൾ സിനിമാക്കെല്ലാം പോകുന്നില്ല, സോ സ്റ്റഡീസാണ് ഇമ്പോർട്ടൻറ്റ്, അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ആ പിക്ചർ ഫോട്ടോ എങ്ങനെയോ ഭാരതരാജ സർ കയ്യിൽ പോയി. പിന്നെ ഒരു 2 years കളിച്ചിട്ട് സർ എന്നെ വിളിച്ചു. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വന്നത്. അതാണ് എന്റെ മൈൻഡിലുണ്ട്. പെട്ടുപോയി. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും പെട്ടുപോയതാണെങ്കിലും. ചിത്രത്തിന്റെ കാലാവധി എത്രയായിരുന്നു? എത്ര നാൾ കൊണ്ടാണ് ചിത്രം സിനിമ ഷൂട്ട് ചെയ്തത്? ഡ്യൂറേഷൻ പറഞ്ഞാൽ ശരിക്കും ആ പടം 1 month തീർക്കേണ്ടതാ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എനിക്കൊരു ആക്സിഡന്റ് പറ്റി, അത് കാരണം കൊണ്ട് 6 months എനിക്ക് വേണ്ടി പിള്ളേ അങ്കിളാണ് വെയിറ്റ് ചെയ്തിട്ട് പ്രൊഡ്യൂസർ. അതിന്റെ റിവാർഡ് അദ്ദേഹത്തിന് കിട്ടിയല്ലോ. സിനിമ 1 വർഷമാണ് തിയേറ്ററിൽ ഓടിയത്. 1 വർഷം കണ്ടിന്യൂസ്ലി ഓടിയ സിനിമയാണ്. ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും ഓർമ്മ എത്രയില്ലേ. ഇപ്പൊ ടിവിയിൽ വന്നു കഴിഞ്ഞാലും എത്ര തവണ വേണമെങ്കിലും പിന്നെ പിന്നെ കാണാവുന്ന സിനിമകളിൽ ഒന്നാണ് ചിത്രം. ജീവിതം ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ടോ? മാഡം സിംഗപ്പൂരിയനാണ്. മാഡം വിളിക്കരുത്, എന്നെ ചേച്ചി വിളിച്ചാൽ മതി. ഓക്കെ ഓക്കെ. ചേച്ചി സിംഗപ്പൂരിയനാണ്, മദർ ടങ് തമിഴാണ്, എല്ലാ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിലും വർക്ക് ചെയ്തു. കൂടുതൽ സിനിമകൾ ചെയ്ത് മലയാളത്തിലാണ്. കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു മലയാളിയാണ്. ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലല്ലോ, ഒരു ആക്ട്രസ് ആകും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായില്ലല്ലോ. ഇല്ല. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ മലയാളികളായ ചെറുപ്പക്കാർക്ക് ഇഷ്ടമുള്ള ഒരു നടിയായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഓർമ്മപ്പെടുത്തുന്ന ഒരു ചിത്രം നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് LED സ്ക്രീനിൽ ഒന്ന് കാണാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തിരികെ വരാം. എത്രയോ ഒരുപാട് ചേഞ്ചസ് വന്നല്ലേ ആ അതിൽ നിന്ന്, ലൈക്ക് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. അപ്പൊ ടീനേജ് ആയിരുന്നു. ഓ, ചിത്രമൊക്കെ ചെയ്യുമ്പോ ടീനേജർ ആയിരുന്നു. വയസ്സ് പറയില്ല, നമ്മളാരും വയസ്സിൽ വിശ്വസിക്കാത്ത ആളെ. മലയാളത്തിൽ ഇപ്പോ മാം എത്ര സിനിമകൾ അഭിനയിച്ചു? ഏകദേശം ഒരു 27. ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു പ്രോജക്റ്റ് ഏതാണ്? ഇപ്പോ മുരളി ഗോപി പിന്നെ അനൂപ് മേനോൻ ഒപ്പം ഞാൻ അഭിനയിക്കുന്നു. ഒരു പാവാണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി റിലീസ്. സോ മേക്ക് ഷുവർ ഇറ്റ്സ് യുവർ ഫിലിം ഓഫ് ദി വീക്ക്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഈ പടത്തിൽ. ഇവൻ എനിക്ക് കല്യാണി കുട്ടീന്ന് പറയുമ്പോൾ അതൊക്കെ ജീവൻ തന്ന ഭാഗ്യലക്ഷ്മി ചേച്ചിയോട് ഷീസ് ആക്ടിങ് ഈ മൂവിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞു മുരളി ഗോപി ആൻഡ് അനൂപ് മേനോൻ അവർ വളരെ കഷ്ടപ്പെട്ടാണ് ഈ പടത്തിൽ. ഇവരുടെ ക്യാരക്ടർ 80 years ഓൾഡിൻ്റെ ക്യാരക്ടറാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മേക്കപ്പും ഈ ഗെറ്റപ്പും ചെയ്യുന്നെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഓരോരോ ഫ്രെയിം വെക്കുമ്പോൾ മേക്കപ്പും ശരി ഈ കോസ്റ്റ്യൂമും ശരി അവർ അത്രയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്താണ് അഭിനയിച്ചത്. ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ അനൂപ് മേനോനിക്ക് പേർ അല്ലെങ്കിൽ മുരളി ഗോപിക്ക് പേരാവുമെന്ന്. പക്ഷേ ഇല്ല. മുരളി ഗോപിൻ്റെ 6 സിസ്റ്റേഴ്സ് ഉണ്ട്, അതിൽ ഒരു ക്യാരക്ടറാണ് എനിക്ക്. ശരി. മാമിന്റെ വോയിസ് ഭയങ്കര സ്വീറ്റ് വോയിസ് ആണ്. മാം പാട്ട് പാടോ? അയ്യോ ഇല്ല. നമുക്കൊരു പാട്ട് കേൾക്കണ്ടേ? ഏത് ഭാഷയിലായാലും എന്തിനാ എന്നെ വിട്ടേക്കോ? ഇവിടെ വരുന്ന പാട്ട് പാടാൻ അറിയാത്ത ഗസ്റ്റുകൾ പോലും പാടാം. ഞാൻ വരെ പാട്ട് പാടിയിട്ടുണ്ട്. ഞാൻ പാടില്ല. അല്ല, അത് ഒരു പ്രാവശ്യം പാടിയപ്പോ നിർത്തിച്ചു. ഇനി വേണ്ട. കാര്യം എന്താണെന്നറിയോ, ഇനി പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോ മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക്. ഹലോ, അത്രയ്ക്ക് മോശമാണ്. ചുമ്മാ നിങ്ങൾ വെറുതെ എന്നെ ഇല്ല. ഇവിടെ എന്താ ഈ ഷോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോമഡി ഷോ അല്ലേ മാം? അപ്പൊ എന്നെ കോമഡി ആക്കി. അപ്പൊ നന്നായി എനിക്ക് കോമഡി വളരെ ഇഷ്ടമാണ്. വീട്ടിലെ ഫുൾ ടൈം എനിക്ക് അവിടെ ഒരാൾ ഉണ്ടല്ലോ ഫുൾ ടൈം എന്നെ ചിരിപ്പിക്കാൻ.
അത് കാരണം കൊണ്ട് ഐ ലവ്. അപ്പോൾ മാഡത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഓർക്കസ്ട്ര ടീം ചിത്രത്തിലെ തീം പ്ലേ ചെയ്യുന്നുണ്ട്. ഓ ഓക്കെ. എസ്പെഷ്യലി നമ്മുടെ സ്തുതി. അതെ. ഓ എന്നെ കൊല്ലാതിരുന്നൂടെ? നിങ്ങളെ ഞങ്ങളിപ്പോ കൊല്ലും. കാര്യം എന്താണെന്നറിയോ, അവിടെ മറ്റേ പിറകെ ഓർഗനിലാണ് ഇപ്പൊ പ്ലേ ചെയ്തത്. ഈ പുള്ളിക്ക് ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ ഓർഗനില് മ്യൂസിക് വരുന്നതിന് മുമ്പ് തന്നെ ഈ പുള്ളി ഉരച്ചു തുടങ്ങി. അറിഞ്ഞില്ലല്ലോ. ഇല്ല, നല്ല സിങ്ക് ആയിരുന്നു കേട്ടാ. അല്ല, ആ എക്സ്പ്രഷൻ ഉണ്ടല്ലോ. ഓ അതില് ഞാൻ എത്ര വർഷം കഴിഞ്ഞാലും ഇത് ഈ മ്യൂസിക് നമുക്ക് മറക്കാൻ പറ്റില്ല. ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇല്ല, നന്നായിരുന്നു. ശരി, ഞാൻ അപ്പൊ ഒരു എൻജോയ് പാട്ട് ചെയ്തു. ഞങ്ങൾ അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യുമ്പോ ഞങ്ങൾക്ക് വേണ്ടി തിരിച്ചിങ്ങോട്ട് അതെ ഒരു പാട്ട്, ഒരു ഗാനം. ആ ഒരു ഗാനം കുഴപ്പമില്ല, എത്തിക്കോട്ടെ. അല്ല ഓക്കെ, വേണമെങ്കിൽ ഞാൻ ഇപ്പോ എന്റെ പടം പവർ റിലീസ് ആവുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ പാട്ട് വേണമെങ്കിൽ ഞാൻ പാടി. ആ മതി 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 മതി. വളരണ കാലം ഇളനെഞ്ചിൽ വേണ്ടടി മേലം പൊടിമീശ വളരണ കാലം ഇളനെഞ്ചിൽ വേണ്ടടി മേലം ക്രിസ്ത്യാനി പെണ്ണ്. ഈ ഓഡിയൻസിൽ തന്നെ ഒരുപാട് പൊടിമീശ ഉണ്ടല്ലേ, നിങ്ങൾക്കില്ല. ഒരുപാട് വീശുണ്ട്. മീശ മാത്രമല്ല, തേൻ കൂടാ. ആ പുള്ളി പറയുന്നത് കേട്ടപ്പോ ഞങ്ങൾക്കൊരാഗ്രഹം, ചിത്രത്തിലെ ഏതെങ്കിലും ഒരു സീക്വൻസ് ചേച്ചി അഭിനയിച്ച് കാണിക്കുക എന്നുള്ളത്. ക്ലൈമാക്സിന് മുമ്പ് ആ, ലാലേട്ടൻ സോമൻ സാറിനോട് പറയുന്ന ഡയലോഗ് അല്ലേ? അതില് പക്ഷെ ചേച്ചി ഇല്ലല്ലോ. ഞാൻ ഒരു സൈഡില് നോക്കുന്നു അത്രേ ഉള്ളൂ. ലാലേട്ടന്റെ പോർഷൻ ചേച്ചി അഭിനയിക്കും അല്ലേ? അതെ അതെ. ഓക്കെ, കളിയാക്കല്ല. ഇല്ല, നന്നായിട്ട് ചെയ്യും. നന്നായിട്ട് ചെയ്യും. പിന്നെ അതെല്ലാവർക്കും അറിയുന്ന കാര്യം. സോമേട്ടന്റെ പൊഷൻ ഞാൻ ചെയ്യാം. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഭയങ്കര രസമായിരുന്നു. പക്ഷെ എന്താ പറയാ, എനിക്ക് ലാലേട്ടനെ കാണാൻ പറ്റിയില്ല, എനിക്ക് ചേച്ചിനെ തന്നെ കാണാൻ പറ്റി. ആ സിനിമയിലെ ചേച്ചി അഭിനയിച്ച ഒരുപാട് മുഹൂർത്തങ്ങളാണ് എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ തലയൊക്കെ കുനിക്കുമ്പോഴുള്ള ഞാൻ നേരെ ആ സിനിമയിലേക്ക് തിരികെ പോയി. അതെ, ഭയങ്കര പോസിറ്റീവ് പേഴ്സൺ അല്ലേ ചേച്ചി? ആ പോസിറ്റിവിറ്റി മുഴുവൻ ഇവിടെ ശരിക്കും കൊണ്ടുവന്നു അല്ലേ? തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. എനിക്ക് തോന്നുന്നു മലയാളം സിനിമയുടെ ഗോൾഡൻ എറയാണത്. അല്ല, എത്രയോ മികച്ച സിനിമകൾ ചെയ്ത ഒരാളെന്നുള്ളതിന്റെ ഒരു ലൈക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെന്നുള്ളതിന്റെ ആ ഒരു ഡിഫറൻസ് കൂടി ചേച്ചി കാണിക്കാറില്ല പലപ്പോഴും. ഇപ്പൊ നമ്മളുള്ള ഒരാൾ തന്നെയാണ്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. അപ്പൊ ചേച്ചി വന്ന് പ്രമാണിച്ച് കോമഡി സൂപ്പർ നൈറ്റ് കലാകാരന്മാര് ഇവിടെ ഒരു ഹാസ്യ വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. നമ്മളുടെ പ്രോഗ്രാമിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആണ് ഈ കോമഡി സ്കിറ്റ്. അപ്പൊ നമ്മൾ ഗസ്റ്റ് സീറ്റിൽ ഇരുന്നിട്ട് നമുക്ക് ആ സ്കിറ്റ് ഒന്ന് കണ്ടാലോ? ഓ ഷുവർ, തീർച്ചയായിട്ടും. താങ്ക് യു. യു ഫസ്റ്റ്. ശ്രീരംഗേശ മനോഹരി കല്യാണകാരി കലുഷാരി നമസ്തേസ്തു സുധാചരി ശ്രീരംഗരംഗനാഥനിൽ
ആലപ്പുഴയിൽ പിടിച്ചുപറി, കൊല്ലത്ത് 4 വീടുകൾക്ക് തീ വെച്ചു. അയ്യോ, പുതിയ VCD ഇറങ്ങിടി, പഴയ സിനിമയുടെയാ. ഏത് ദേ ഈറാറ. ഇറാറയാ? ആ, ഈറ്റ. ഞാൻ ഓർത്ത് ഈറാറ. എന്തുവാണ് ഈ കാണിച്ചു വെച്ചത്? തീക്കകത്ത് പോയിരുന്നോ? തീക്കകത്ത് പോയിരിക്കുന്നത് ഇരിക്കുന്നവർക്കാണ് സാമ്പാരം കൊണ്ട് വെക്കുന്നത്. നോക്കിട്ടുണ്ട് ഇരിക്കാൻ. നല്ല വെന്ത ഇറച്ചി രമണം. ബീഫ് വെച്ചടിന്നൂടാ. ബീഫൊന്നും വെച്ചില്ല, തീക്കകത്ത് കയറിയിരുന്നു അച്ഛൻ. നിന്റെ പെണ്ണുമ്പിള്ള ഇരിക്കുന്നിടത്ത് കൊണ്ടാ സാമാനം കൊണ്ട് വെച്ചത്. അറിയാമോ? അച്ഛനടുത്ത് ആരച്ച ഇറങ്ങി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അകത്തിരുന്നാ പോരായിരുന്ന? അകത്തിരുന്നാ മതിയെന്നു. ഞാൻ അവിടെ ഉറങ്ങി കിടക്കുമായിരുന്നു. ഞാൻ നോക്കിയപ്പോ ഐസ് ബെല്ലടിക്കുന്ന ഈ ശബ്ദം കേട്ട് അങ്ങനെ ഇറങ്ങി വന്നതാ. അയ്യോ, അത് ഐസ് ബെല്ലടിച്ചല്ല, അപ്പുറത്തെ തീവിടെ വന്ന ഫയർ എഞ്ചിൻ ഫയർഫോഴ്സിന്റെ വണ്ടി പോയത്. രാവിലെ ഐസ് തിന്നെ ഇറങ്ങിയേക്കണ്. അച്ഛ അകത്തങ്ങാനും പോയി ഇരിയച്ചാ. ഓ, ഇങ്ങനെ തിന്ന് ഞങ്ങളെ മുടിപ്പിക്കല്ലേ പ്ലീസ്. തിന്നെ മുടിപ്പിക്കാൻ അച്ഛനെന്താ ആഹാരം കൊടുക്കാത്തത്? അലക്കിയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ആ സോപ്പ് പൊടി അവിടെ വെച്ചത് കാണാനുമില്ല. സോപ്പ് പൊടി ആരെടുത്തോണ്ട് പോയി? അലമാരയുടെ മുകളില് മറ്റേ നീടോടെ കുപ്പിക്കകത്ത്. ആ അത് സോപ്പ് പൊടിയായിരുന്നോ? ആ എന്റെ ദൈവമേ, അവലൂസ് പൊടിയാന്ന് പറഞ്ഞോണ്ട് പഞ്ചാര കിട്ടി ഞാൻ തിന്നത്. 2.5 കിലോ സർഫ് പഞ്ചാരയിട്ട് തിന്ന്. എനിക്ക് സൺലൈറ്റിന്റെ സോപ്പ് കഴുകാൻ മേടിച്ച് മൈസൂർ പാക്കെന്നും പറഞ്ഞ് അതെടുത്ത് തിന്ന് വാമൊത്തം പതയായിട്ട് കിടക്കണം. ഇങ്ങനെ 2 ആഴ്ചയായിട്ട് മൂത്രം ഒഴിച്ചിട്ട് പത മാത്രമേ പോകുന്നുള്ളൂ. അത് സോപ്പായിരുന്നു എന്റെ അച്ഛ. സോപ്പാണ് പോലും. എനിക്ക് വെച്ചിട്ട് എന്തായാലും മേടിച്ച് തരാൻ പറ്റുമോ നിങ്ങൾക്ക്? അച്ഛൻ ഞാൻ ഒരു കാര്യം പറയട്ടെ, പറയുന്നുണ്ടെന്നും തോന്നരുത്. ഇല്ല, നിങ്ങൾക്ക് 12,000 രൂപ മാസം പെൻഷൻ കിട്ടും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നീ എന്നെ കൊല്ലാതെ വിടുന്നെന്ന് എനിക്കറിയാം. അച്ഛാ, ഈ തീറ്റി ഒന്ന് നിർത്തും. എങ്ങനെയെങ്കിലും ഈ തീറ്റി ഒന്ന് വിശന്നിട്ടല്ലേടാ. അവിടെ എങ്ങാനും പോരുന്ന് തിന്ന്. ഇനി എന്നച്ചാ അച്ഛ എന്നെ പിടിച്ച് തിന്നുന്നത്? അങ്ങനെ പൊടിയാത് മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാൻ അരിപ്പൊടി കൊണ്ട് കോലം വരച്ച 4 പുട്ടിന്റെ അരിപ്പൊടിയാ കോലത്തെ പോയ കഴിക്കാൻ ഇന്നുണ്ടാക്കിയത്. മെമ്പറേ, കണ്ടാ പോയടേ. ആപ്പിളിന് ഉടുപ്പിട്ട് വെച്ചേക്കുവാ. ഇത് വല്ലേ കുരുങ്ങിട്ടാ ഞാൻ എടുത്ത് കളഞ്ഞു. അറിയണ്ട ഞാൻ വന്നിട്ട് പോണത്. ഇല്ല പറയൂല, പറ. എന്റെ അനിയെ കല്യാണം കേട്ടോ, വിളിച്ചോട്ട് അനിയന്റെ കല്യാണം മൂപ്പിലാനെ വിളിക്കുന്നില്ല. നീയും നിന്റെ കുടുംബവും കൂടെ അങ്ങ് വന്നാ മതി. കൊണ്ടുവരരുത്, വരരുത്. നിന്റെ കാല് പിടിക്കാം. 600 പേർക്കുള്ള ഫുഡേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ 2 പേർക്ക് മാത്രം തിന്നാൻ കാണും. ഇലവരെ തിന്നുന്ന പന്നപ്പട്ടിയാ. കല്യാണം അടുത്ത മാസം. വരണേ. 26-ാം തീയതി അല്ലയോ? 11:30. ഞാനങ്ങ് നേരത്തെ വന്നേക്കാം. തലേദിവസം എന്താടാ ബേക്കറിക്ക്? തലേദിവസം ബേക്കറി എന്തൊക്കെയുണ്ട്? തലേദിവസം ബേക്കറിക്ക് ചാണകം പൊടിച്ചു വെച്ചാൽ ഞാൻ ഉണ്ടാക്കി തരും. ഞാൻ അതിന് ദിൽഖുഷ് എന്ന് പറയും. അയ്യോ, അരണയുടെ ചെവി ഇതെങ്ങനെ കേട്ടടാ? അച്ഛനെ മനസ്സിലായ കല്യാണം? അയ്യോ, നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ അറിയാതെ നിന്നോട് ഇങ്ങനെ ആക്ഷനിലൂടെ കാണിച്ച ആക്ഷൻ സോങ് നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ പോവുമെന്നോ? ഞാൻ എപ്പോ പോയെന്ന് ചോദിച്ചാൽ മതി. എന്റെ ദൈവമേ, അങ്ങോട്ടങ്ങ് കെട്ടിയെടുക്കരുത്. ഞാൻ പറഞ്ഞ കല്യാണം നടത്തിക്കോട്ടെ. ഞാൻ കണിയാനെ കണ്ട് അടുത്ത മാസം മാറ്റി 2 മാസം കഴിഞ്ഞാൽ ഞാൻ കല്യാണം. ഏത് കണിയാനായാലും കണിയാന്മാരെല്ലാം എന്നോട് പറയാറുണ്ട് കല്യാണം ഇന്നടത്തുണ്ടെന്ന്. കണിയാന്മാരെല്ലാം എന്റെ കൂടെ പഠിച്ചോ. അതൊക്കെ പോട്ട് മെമ്പർ ഇപ്പം രാഷ്ട്രീയമൊക്കെ മതിയാക്കി അമ്പലത്തിൽ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അല്ലെ, മെമ്പറുമാണ് അമ്പലത്തിലെ പ്രസിഡന്റ്. കഴിഞ്ഞ മാസം തെരഞ്ഞെടുത്തു. ഇന്നലെ ഞങ്ങളുടെ ഉത്സവത്തിന്റെ മീറ്റിംഗ് ആയിരുന്നു. 10 ദിവസം ഉത്സവം ഫിക്സ് ചെയ്തു. അന്നദാനം ഉണ്ടല്ലോ 10 ദിവസം, അതങ്ങ് മാറ്റി. അന്നദാനം മാറ്റിയോ? ഏത് അമ്പലത്തിലോട്ട് മാറ്റി? അമ്പലത്തിലോട്ടല്ല, ഇനി അന്നദാനം നടത്തുന്നേ ഇല്ല. അതെന്താ? ഞങ്ങൾ തീരുമാനിച്ചു, നിങ്ങൾ വന്ന് സ്ഥിരം തിന്നുന്ന പ്രകാരം ഇത് ഇനി ആന ഊട്ടാക്കിയാലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ആനയ്ക്കാകുമ്പോ പുണ്യമെങ്കിലും. അതെ അതെ, ഇതൊക്കെ കൊടുത്തിട്ട് എവിടെ കിട്ടാൻ? ഒരു ചെറിയ നെറ്റിപ്പട്ടം കിട്ടാൻ ചാൻസ് ഉണ്ടോ? ആനയായിട്ട് പോയി ഞാൻ ആന ഊട്ടു. എന്റെ ദൈവമേ, ഞങ്ങളെ ഉത്സവം കുളവാക്കാൻ മൂപ്പനെ വിളിച്ചിട്ട് പറയും. എന്റെ മെമ്പറെ 24 മണിക്കൂറും തീറ്റി. ഞാൻ ഒരു കാര്യം പറയാം, നിന്നെ നാട്ടുകാരെ ആരും കുറ്റം പറയില്ല. സ്വന്തം മോനെ നിരീതി വല്ല വൃത്തസ്ഥാനത്തിൽ കൊണ്ടാക്കണം. അയ്യോ, വൃത്തസ്ഥാനത്തെ കൊണ്ടാക്കിയിട്ടാണ് അവിടെ ഉള്ളവരല്ല പഞ്ചായത്ത് വിട്ടു പോവാൻ. അവിടെ കിടക്കുന്ന എന്ത് എങ്ങനെയെങ്കിലും പഞ്ചായത്ത് വക ചെലവിൽ എങ്ങനെയും ചെലവിൽ ഞാൻ ഒരു കാര്യം എലിവേഷൻ കൊടുക്കും, അപ്പൊ തീരും. കഴിഞ്ഞ ആഴ്ച ചമ്മന്തിപ്പടി പറഞ്ഞ് 2 ഭാഗം ടെലിവിഷൻ നിന്നു. ഒരു ഗുരുവില്ല. ഞാൻ നിന്ന വല്ലം വിളിച്ച് പറഞ്ഞു, ഞാൻ പോട്ടെ, എനിക്ക് വേറെ പണിയുണ്ട് ഇവിടെ. എന്ത് ചെയ്യൂന്ന് ഞാനവിടെ അടുക്കളയിൽ അവിടെ തേങ്ങ കൂട്ടിയിരുന്നത് ഒരു തേങ്ങാമുറി എടുത്ത് തിന്നാൻ പോയാ. അപ്പൊ എന്റെ കാലിൽ ഏതാണ്ട് കടിച്ചു. അയ്യോ, കടിച്ചാൽ ഞാൻ മേലൊരു തുണിയെടുത്ത് കെട്ടണ്ടായിരുന്നു. പഴങ്ങൾ ഇരിക്കുമല്ലോ, ഞാനങ്ങനെ തുണിയെടുത്ത് കെട്ടി.
എന്റെ അച്ഛ, അയ്യോ എന്റെ അച്ഛനെ പാമ്പ് കടിച്ച്. ഇനി ആരെല്ലാം പോയി വിളിച്ചോട്ടോ. ഞാൻ ജംഗ്ഷനിൽ പോയി എന്താണ് മകളാ പാമ്പ് കടിച്ച്. ആശുപത്രി പോ. എന്റെ അച്ഛനെ പാമ്പ് കടിച്ച്. എന്താ എടുക്കുന്നില്ലേ? എടാ കുഴിയിലോട്ട് കാലം തീറ്റിക്കണ ഈ മൂപ്പനൊക്കെ ഞാൻ എടുത്തോണ്ടിട്ട് എന്താ ചെയ്യാ? എടാ എന്റെ ഒരേ ഒരു അച്ഛനോടാ പാമ്പ് കടിച്ചതാ. എന്റെ അച്ഛൻ പാമ്പ് കടിച്ച. എടാ ഇനിയിപ്പോ എന്ത് നീ സീരിയസ് ആയിട്ട് പറഞ്ഞു? ഓ പാമ്പ് കടിച്ചത്. ഇപ്പൊ എന്ത് ചെയ്യും? എടീ ആശുപത്രി പാമ്പ് ആംബുലൻസിനെ വിളി. ആശുപത്രി വിളി. അച്ഛാ ഹലോ മുരുകനാടാ, പെട്ടെന്നോ പെട്ടെന്നോ പെട്ടെന്നോ. വലിയ ആംബുലൻസ് പറ. വലിയ ആംബുലൻസ് അല്ലേ മുരുകൻ ജെസിബിലെ ഡ്രൈവർ. ആന്നെ പൊക്കി എടുത്തോണ്ട് പോണ്ടേ പുല്ലിനെ. ഒരു വിഷകാരിയെ വിളി. ഇങ്ങോട്ട് വരാൻ പറ. ഇതിനെ കൊണ്ടുപോക്ക് നടക്കൂല. എന്തെന്ന് പറഞ്ഞ വിഷകാരി? ഈ വിഷകാരി എന്ന് പറഞ്ഞാൽ ആണാണ് പെണ്ണാണ്? ഈ വിഷകാരനെ വിളി. വിഷകാരൻ. എടാ നിനക്കറിയാലോ നമ്മുടെ നാട്ടിൽ ഒരേ ഒരു വിഷകാരനേ ഉള്ളൂ. അത് മറ്റേ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കുന്നത്. ആണ് അയാൾ വിളി. ഓക്കെ വരൂ ഇപ്പം. മിസ് കോൾ അടിച്ചു. മിസ് കോൾ അടിച്ച ഒന്ന് വിളിച്ചു പറയാം. പൈസ വേണ്ടടാ ഇതിനകത്ത്. ഇതിന് വിളി. ഹലോ വിഷകാര്? അതെ ആരാണ്? ഈ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം. അതെ 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 അതെ. പിന്നെ ഇവിടെ ഉള്ള പാമ്പ് കടിച്ചു കേട്ടോ. വല്ലപ്പോഴും കിട്ടുന്ന വർക്കല്ല. ഇത് എവിടെയാണ് സ്ഥലം? ഇത് ഇവിടുത്തെ നമ്മുടെ പഞ്ചായത്തില്. പഞ്ചായത്ത് മെമ്പറാണ് സംസാരിക്കുന്നത്. പഞ്ചായത്തില്. ഏത് പഞ്ചായത്ത്? നമ്മളെ പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ പേരഞ്ഞ പഞ്ചായത്ത് മണിയേട്. ഒരു 5 മിനിറ്റ് പെട്ടെന്ന് ഓ വരും തന്നല്ലേ. വരും. അതുവരെ എന്റെ അച്ഛൻ ചാവൂ. ഇത് കടിച്ചതുള്ളത് തന്നെയാണ്. പിന്നെ ഈ മൂപ്പിലാനൊക്കെ ഇത് എപ്പോഴും കടിച്ചതാ. എന്നാ പിന്നെ കടിച്ചെന്ന് തോന്നുന്നു. വിഷയാരി വരുന്നുണ്ട് കേട്ടാ. ഞാനാണ് വിളിച്ച പഞ്ചായത്ത് മെമ്പർ. കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷയിറക്കുന്ന ശങ്കുണ്ണി വൈദ്യൻ. ഞാൻ കേട്ടിട്ടുണ്ട് കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കുന്ന. ഇതാണല്ലേ ആള്? ആരാണ് ആദ്യമായിട്ട് പാമ്പിനെ കണ്ടത്? ആദ്യം കണ്ടില്ല, വന്ന് കൊത്തിട്ട് പോയതാണ്. ആണോ? കാണാൻ കിട്ടില്ല, അത് കുത്തിയിട്ട് പോയി. ഇതാണ് ആ പാമ്പ് കടിച്ച ദ്രോഹി. അതെ ദ്രോഹി അല്ല രോഗി. രണ്ടും കറക്റ്റ്. തിന്നു മുടിപ്പിച്ച ദ്രോഹി തന്നെ. എന്ത് പറ്റിയത്? എനിക്ക് വിശക്കുന്നു. ഞാനൊരു വിഷകാരി. എവിടെയാ പാമ്പ് കടിച്ചേ? കാലിലാ. ഇത് ചന്നം പിന്നെ കൊത്തി കീറി വെച്ചിരിക്കണല്ലേ. അയ്യോ അത് കരപ്പം വന്ന പാട്. പിന്നെ ഏത് കാലില്ല? അപ്പുറത്തെ കാലിലാ. ഇവിടെയാണോ? ആ ഒരു 5 ദിവസത്തേക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതെന്താ? ഈ വിഷം ഈ ഉച്ചിയിൽ ചെന്നാലേ തലച്ചോറ് പൊട്ടിത്തെറിച്ച് മരിക്കൂ. അതിപ്പോ കേറൂലേ? ഇതിങ്ങനെ മരുഭൂമി പോലെ കിടക്കുമല്ലേ. കുറഞ്ഞത് അവിടെ ചെല്ലുമ്പോ ഒരു 5 ദിവസം പിടിക്കും. അപ്പൊ അത്ര വലിയ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നും 5 ദിവസം പേടിക്കയില്ല. അച്ഛൻ രക്ഷപ്പെട്ട. പക്ഷേ എന്നാലും നമുക്ക് ചികിത്സ ആരംഭിക്കാം. എണ്ണ ഒഴിച്ച്. ഇതിന് പഥ്യമൊക്കെ ഉണ്ടാ? പിന്നെ പഥ്യം ഉണ്ട് കേട്ടോ. പഥ്യം പ്രത്യേകം സൂക്ഷിക്കണം. സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും പദ്യം പഠിച്ചിട്ടില്ല. പഥ്യം അല്ലെന്ന് പഥ്യം. 5 ദിവസം ആഹാരം കഴിക്കാൻ പാടില്ല. പേടിക്കണ്ട. 5 ദിവസം കഴിഞ്ഞാൽ തൂശനില വെട്ടി നല്ല ചോറും 7 കൂട്ടം കറിയും, അതിന്റെ കൂടെ ഒരു ലേശം പുളിശ്ശേരി ഒഴിച്ച് അങ്ങനെ പിടുത്ത് അങ്ങോട്ട് അവിയലും കൂടെ കൂട്ടി പിടിച്ചിട്ട് അച്ചാറെടുത്ത് നാക്കില് അച്ചാറെടുത്ത് തൊട്ട് നോക്കിയിട്ട് കുറച്ച് പായസം കൂടെ ഇങ്ങനെ നാക്കി കുടിക്കണം. അടുക്കളയിൽ പോന്ന് തൂശനില വെട്ടി ചോറ്. 5 ദിവസം കഴിയുമ്പോ തരാ. മെമ്പറല്ലേ? മെമ്പർ കഴിഞ്ഞ ഒക്ടോബർ 2-ന് എവിടെ നമ്മൾ അങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. എവിടെ? ഗാന്ധി ജയന്തി ശിശുദിനം. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഈ ഒക്ടോബർ 2 എന്തിനാ ഗാന്ധി ജയന്തി വെക്കണേ? അറിഞ്ഞൂടെ അതിപ്പോ? അല്ല ഗാന്ധി എന്ന് വെച്ചാ എന്താ? ഗാന്ധിനെ അറിയാത്തവരാരെങ്കിലും ഉണ്ടാ? അത് കൊള്ളാമല്ല. നല്ല ശീലാണല്ലോ. അല്ല ഗാന്ധി എന്ന് വെച്ചാ എന്താണ്? ആരാന്നാ പറഞ്ഞ്? പഞ്ചായത്ത് മെമ്പർ. പഞ്ചായത്ത് മെമ്പർ ആകരുത്, പിന്നെ കേന്ദ്രമന്ത്രിയാകണം. എന്ത് രക്ഷപ്പെടും. ശിഷ്യ പതുക്കെ ചെയ്യുള്ളൂ കേട്ടോ. പേടിക്കണ്ട. കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷയിറക്കണം വൈദ്യൻ. ഇത് നിന്റെ അച്ഛനല്ലേ? അല്ലാതെ ഷക്കീലല്ലേ? പരിപ്പിലെന്ന് ആരാ പറഞ്ഞു? ഭയങ്കര പരിപ്പാണ്. ഒരു രക്ഷയില്ല. അയാൾ വേദനോട് വിളിക്കണം. പച്ചില മരുന്ന് വല്ലതും പ്രയോഗിക്കണം. പച്ചില മരുന്നൊക്കെ പ്രയോഗിച്ചോളാം. എടാ കമ്മ്യൂണിസ്റ്റ് വെച്ചില്ല ഇല്ലേ? അത് നമുക്ക് ഈ പറമ്പിൽ എവിടെയെങ്കിലും പിച്ചാവുന്നു. ആര്? ഞാൻ പിച്ചാനാ? അല്ല നമുക്ക് ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിടാം. മെമ്പറല്ലേ? പ്രസിഡന്റ് ആരാണ്? പഞ്ചായത്ത്. പിന്നെ കുറച്ച് കമ്മ്യൂണിസ്റ്റ് വെച്ച വേണമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് വെച്ച ഈ രോഗിക്ക് ഒരു മരുന്നുണ്ടാക്കാൻ വേണ്ടി. കോൺഗ്രസ്സുകാരനെ പഞ്ചായത്ത് മെമ്പറെടുത്ത് കമ്മ്യൂണിസ്റ്റ് വെച്ച് ചോദിക്കാൻ നീ ആരടാ?
എന്റെ ദ്വാരമുള്ള കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ നിന്റെ ഏതെങ്കിലും അച്ഛ ചെയ്യ് പോ പോ കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. കോൺഗ്രസ്സുകാരനല്ലേ? പിന്നല്ലാതെ ഇപ്പത്തെ ചിഹ്നം വരെ വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ആരോ നിങ്ങളെ കരിവാരി തേച്ചതാണ്. എന്റെ അച്ഛനെ രക്ഷീകരണത്തിന് ഈ അവസാനമായിട്ട് അറ്റയ്ക്ക് ഒറ്റമൂലി ഒരൊറ്റ പരിപാടിയുണ്ട്. എന്താ? മ്യൂസിക് തെറാപ്പി. തെറാപ്പി എന്ന് പറയാം. നിനക്കെങ്കിലും അത് അറിയാലോ. മ്യൂസിക് തെറാപ്പി ചെയ്ത് കുറച്ചൊക്കെ തിരിച്ചു വരണം. രണ്ട് കമ്പും കൂടുതൽ സ്ലാബ് ഇടും പോലെ ഇടാം. അല്ലാതെ പുല്ലൊക്കെ പൊങ്ങൂല. തിരിച്ചു കിടത്തില്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ നേരിട്ടല്ലോ. അല്ല നമ്മൾ തിരിച്ചു കിടത്താം. ഞാൻ പൊക്കി തരാം. ഞാൻ എത്ര സ്ലാബ് ഒന്ന് സഹായിക്കണേ. എന്റെ അച്ഛനെ നോവിക്കല്ലേ പതുക്കെ കിടക്കണേ. ഒച്ചയും വെള്ളം ഉണ്ടാക്കിയാണെങ്കിൽ കൊടുത്തേക്കാം. ഉറിയടിയല്ല. ഒച്ചയും വെള്ളം ഉണ്ടാക്കത്തില്ല. നാക്കി വെച്ചു കുത്തിപ്പൊക്ക്. ഒരു കാര്യം ചെയ്യും മെമ്പറെ, നേരെ പിടിച്ച് മറിച്ച് കിടത്ത്. ഇങ്ങനെ പിടി. ഒരു കാര്യം ചെയ്യ്. ഇങ്ങനെ പിടിച്ചോണേ. പൊറോട്ടയ്ക്ക് മാവ് കുഴച്ചിട്ടിരിക്കും പോലെ. എവിടാ പൊറോട്ട? പൊറോട്ട. ഓക്കെ ഓക്കെ നീ കൂടെ കയറി കിടന്നു. ഞാനിവിടെ ഇപ്പൊ ചിക്കൻ സാൻഡ്വിച്ചായി. നടുക്കൊരു ചിക്കന്റെ പീസും അപ്പുറം കൂടെ ബണ്ണിന്റെ കഷ്ണം. അനിയന്റെ കല്യാണം കഴിഞ്ഞ് എന്റെ കല്യാണം പറഞ്ഞു വെച്ചിരുന്നേ ഇനി എന്നെ എന്തിനു കൊള്ളാം. അയ്യോ നിങ്ങൾ അവിടെ നിൽക്കുന്നത് നമുക്കത് ശരിയാക്കാം. മ്യൂസിക് തെറാപ്പി ചെയ്യാം. ഫോൺ എടുത്ത് മ്യൂസിക് ഇടും. ഒരുത്ത ഉയരിച്ചാവണം അവന്റെ എന്റെ അച്ഛന്റെ മൂത്തേക്ക് അടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമുറക്കെന്ന് പറഞ്ഞ് താൻ എന്ത് കോപ്പില. നിങ്ങളൊന്ന് സമാധാനപ്പെടും. അയ്യോ ഹലോ. ആ ഒരു 5 മിനിറ്റുള്ളിൽ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്കോ. ഓക്കെ. കണ്ടാണോ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമുറക്കെന്ന് പറഞ്ഞിട്ട് പാമ്പിനെ വിളിച്ചത്? ഫോണിൽ വിളിച്ചു. പാമ്പിനെ ഫോണിൽ വിളിച്ചതല്ല, ആംബുലൻസിനെ വിളിച്ചതാണ്. ഇതിന് ഏതെങ്കിലും നല്ല ആശുപത്രി കൊണ്ട് പോകണം. എന്റെ കയ്യിൽ നിൽക്കൂല ഇത്. അയ്യോ ആംബുലൻസ് വരുന്നത് ജംഗ്ഷൻ വഴിയാണോ? അയ്യോ എന്റെ സുധാകരന്റെ കടയിൽ നിന്ന് ഒരു 25 പൊറോട്ടയും 4 കറിയും കൂടെ പറ. ഇങ്ങനെ തിന്നു ചാവത്തേ ഉള്ളൂ. ചേച്ചി ഇനി ഒരു ഗെയിമാണ്. ഓക്കെ. ചേച്ചിയുടെ ഡ്രോയിങ് സ്കില്ല് മെഷർ ചെയ്യാനുള്ള ഒരു ഗെയിമാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലേ എനിക്കത് പറ്റില്ല. 0 ആണ്. ഹസ്ബൻഡ് വളരെ നന്നായി വരക്കും പറഞ്ഞു. ആ ഹസ്ബൻഡ് വരയ്ക്കും. പിന്നെ ഞാൻ നിർബന്ധമുണ്ടോ ഞാൻ വരയ്ക്കുന്നില്ല? കുറെ നാൾ കൂടെ താമസിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറെ കഴിവുകൾ പകർന്നു കിട്ടില്ലേ? പക്ഷേ എന്റെ കേസില് 0 അല്ലേ? നേരത്തെ പാട്ട് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടി. ഇപ്പം ആദ്യം വരയ്ക്കാൻ പറ്റില്ലെന്ന് തന്നെ പറയും. ഉറപ്പായിട്ട് വരച്ചിരിക്കും. എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യല്ലേ? ആദ്യം തന്നെ ഞാൻ എടുത്തോളാം. വരൂ വരൂ. കുറെ സമയം എടുക്കുമല്ലോ. എങ്ങനെ വരയ്ക്കും? മാഡം വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ കുറച്ച് നല്ല സെൻസുള്ള രഞ്ജിനി മാം, നല്ല സെൻസുള്ള വിഷയം. ഒരു മനുഷ്യനാണോ? മനുഷ്യൻ. ഓക്കെ. സ്ത്രീയാണോ? ലക്ഷ്മിയെ കണ്ടോ? ലക്ഷ്മി കണ്ട? ഞാൻ പറഞ്ഞില്ലേ വരയ്ക്കുന്നു പറഞ്ഞു. ഒരു മനുഷ്യനാണ്. അയ്യോ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഒരു മനുഷ്യനാണെന്ന് ഉറപ്പായി. ദൈവമേ. മീശയുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, മുടിയുണ്ട്, താടിയുമുണ്ട്. ഇയാള് സിനിമയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ? ആണ്. ഇയാള് സംവിധായകനാണോ? ആക്ടറാണോ? പഴയ ആക്ടറാണ്. ആക്ടറുമാണ്. ഇയാള് പാട്ടുകാരനാണ്. പാട്ടുകാരനാണ്. സിനിമാ പാട്ടുകാരനാണ്. സിനിമയിൽ പാട്. ദാസേട്ടൻ. അതെ. ദാസേട്ടൻ കണ്ടില്ലെങ്കിലും വിജയൊക്കെ ഇത് കാണാൻ സാധ്യതയുണ്ട്. ചിലപ്പോ പനമ്പള്ളി നഗറിൽ അന്വേഷിച്ചു വരും. മാം എടുക്കുന്നു, വിനയ് ചേട്ടൻ പറയുന്നു.
അല്ല അയ്യോ അയ്യോ ഓ ഞാൻ ഓ സോറി എങ്ങനെയുണ്ടത്? അപ്പൊ ഞാൻ മാത്രമല്ല പൊട്ടത്തിറങ്ങാണെങ്കിൽ മനസ്സിലായോ? എടുക്കൂ. വരക്കാനിങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലേ എനിക്ക് ഇവിടെ എല്ലാവർക്കും ഇത് എനിക്കിട്ടുള്ള പണിയാണ്. എനിക്ക് ഇട്ട പണിയും തോന്നുന്നു. ഒരുപാട് അർത്ഥതലങ്ങളുള്ള ചിത്രമാണ് പിന്നെ ചേട്ടൻ എപ്പോഴും വരയ്ക്കാറ്. വീട് ഒരു പൊടിക്ക് ബാക്ക് ചേച്ചി. വീട് ചട്ടുകം ചട്ടുകം പപ്പടം ഇഡ്ലി തട്ട്. ഇല്ല ഇത് ഇപ്പുറത്തൊരു ഉണ്ട. ക്രിക്കറ്റ് ബാറ്റ്. ഓക്കെ വീട് ബാറ്റ് വെച്ച് ചക്കയടിച്ചു. പടത്തിന്റെ ടൈറ്റിൽ ആണോ? പടത്തിന്റെ ടൈറ്റിൽ ദൈവമേ. ബാറ്റ് കളിക്കാരന്റെ വീട്. രണ്ട് ടു കൺട്രീസ്. ഓഹോ റിയലി? ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് കണ്ടല്ലേ നേരത്തെ. ഇങ്ങനെ കളി ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. കളി വീട് മീൻസ് എന്താണ്? നിങ്ങൾ എന്താ ഓ ഈ കളിയില്ല എല്ലാം പോയി. അലമ്പെന്നൊക്കെ പറഞ്ഞാൽ കണ്ട ഞാൻ എത്ര പേരാണ്. അല്ല നിങ്ങൾ മലയാളിയല്ലേ? പിന്നെ ഇത് അറിയാത്ത നിങ്ങൾ ഇംഗ്ലീഷ് എഴുതിണ്ടല്ലോ. പക്ഷെ കളി വീട് വാട്ട് ഈസ് ദിസ്? വാട്ട്സ് ദി മീനിങ്? നിങ്ങൾ വല്ല പ്ലേ ഹൗസ് എഴുതാനുള്ളത്. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് കളി വീട്? അല്ല പ്ലേ ഹൗസ് എഴുതിയൊക്കെ എനിക്ക് മനസ്സിലാവും. പിന്നെ മലയാളത്തിൽ കളി വീട്. അത് സത്യം. ഞാൻ നോക്കാൻ പാടില്ല. പിന്നെ ചേട്ടൻ വരയ്ക്കും. ഓക്കെ ഓക്കെ നമ്മളൊക്കെ കാണിക്കണം കേട്ടോ. എന്താ എനിക്ക് പണി കിട്ടിയോ? ഇല്ല ഇല്ല നോക്കില്ല. മനുഷ്യൻ എന്റെ ഡ്രോയിങ് മച്ച് ബെറ്റർ അല്ലേ? അതെ. എന്താ അത്? ദാടിയാണോ അത്? സെക്യൂരിറ്റി. ഒസാമ ബിൻ ലാഡൻ. റിയലി? നോ ഇല്ലേ? അല്ല. പപ്പറ്റ്. കറക്റ്റ്. അത് മലയാളത്തില് പറയണോ അല്ലേ പപ്പറ്റിന്? ഇല്ല ബില്ലാദൻ പോലീസിന് കീഴടങ്ങി. ഓക്കേ. അയ്യോ. മജിഷ്യൻ. പള്ളിയിലച്ഛൻ പ്രാർത്ഥിക്കുന്നു. ഇതെന്തത്? പ്രേതം. സർദാജി പടമാണോ ഇത്? മലയാളം പടം. പഞ്ചാബി ഹൗസ്. ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഉണ്ണി മൂക്കണ്ടരാ. അത് മല്ലു സിംഗ് ആണ് മാഡം. ഇത് പഞ്ചാബി ആവും. ഓ മാറിപ്പോയി. അല്ല എവിടെയുണ്ട്? അല്ല 3 പേരിലുള്ള എന്നെ ഇത് ബല്ലേ ബല്ലയാണ്. ഇങ്ങനെ വല്ലേ വല്ലേ. ഇനി മാഡത്തിന്റെ ചിത്രകലാ വൈഭവം ഒരു പ്രാവശ്യം കൂടി നമുക്ക് കാണാം. നമ്മുടെ പ്രിയപ്പെട്ട ലക്ഷ്മി മേനോൻ എത്ര പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കുന്നു നമുക്ക് നോക്കാം അല്ലേ? ലക്ഷ്മി മേനോൻ എടുക്കുന്നു, ചേച്ചി പിറക്കുന്നു. അപ്പൊ ആര് താങ്കളല്ലേ പറയുന്നേ? അല്ല ലക്ഷ്മി പറയും. ഓക്കേ എളുപ്പാണോ? കയ്യ്, പശു, ഡോഗ്, ആട്, ഒട്ടകം, റൈനോസറസ്. ദിനോസർ. ഇല്ല. ഒരു പ്രാവശ്യം കൂടി ആന. യെസ് ആനയാണ്. അല്ല എനിക്കൊരു സംശയമുണ്ട്. ഏത് നാട്ടിലാണ് ആന ഇങ്ങനെ? സിംഗപ്പൂര്. അയ്യോ അതാരാ അത്? മഴ. ആനപ്പുറത്ത് മഴ. വേറെ ആന. 2 ആനകൾ മുഖത്തോട് മുഖം നോക്കുന്നു. ഒരാനക്ക് കൊട ചൂടി കൊടുക്കുന്നു. സിംഗപ്പൂർ മഹോത്സവം തന്നെ. തൃശ്ശൂർ പൂരം. അതെ
തൃശ്ശൂർക്കാരുടെ കളി. അതുണ്ട്. കാലിനെന്ത് പറ്റി? കാലിനെന്ത് പറ്റി? പിന്നെന്താ ഇങ്ങനെ ഇങ്ങനെ? അയ്യോ പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ ഈണം കിളിതൻ ഈണം നീയും കേൾക്കുന്നുണ്ടോ വന്നു എന്നാ നോക്കിക്കൊണ്ടൊക്കെ പിടിക്കാതെ അങ്ങോട്ട് പൂ പിടിക്കരുത്. എന്റെ കയ്യിലൊന്ന് പിടിക്കാനേ. ഇനി പൂ പിടിച്ചേ. യു ഇനി വിടൂല്ലേ? വിളിക്കാൻ പറഞ്ഞ പിന്നെ വിടുവല്ല. കള്ളി പിടിച്ച് നിൽക്കുക അവിടെ. എന്താ പരിപാടി? എന്താ പരിപാടി? ഞാൻ ആരാണ്? ഞാൻ ആരാന്ന് ചോദിക്കാൻ നീ ആരാ? എടോ ഞാൻ കൈവീശി തെറിഞ്ഞാവരണം. വീശിക്കഴിഞ്ഞാൽ കാറ്റ് കൊള്ളും ഞാൻ. അതെ, കോമഡി സൂപ്പർ നൈറ്റ് 2 എന്ന് പറഞ്ഞ പരിപാടിയുടെ അവതാരകനാണ് ഞാൻ. ഇതതിന്റെ ഫ്ലോറാണ്. എടോ മുസ്തഫ, എടോ വിളിച്ചിട്ട് പോടോ. ഇയാൾ ആരാടോ കയറ്റി വിട്ടത്? ഹലോ. അയ്യോ, ഇപ്പൊ ഇയാൾക്ക് എന്നാ ഒച്ചയാന്ന് നോക്കി. TV കാണിക്കുമ്പോ ഒച്ചയൊന്നുമില്ല. സൈക്കിൾ പമ്പിൽ നിന്ന് കാറ്റ് വരുമ്പോ തനിക്ക് എന്താ പ്രശ്നം? തനിക്ക് എന്താ വേണ്ടത്? ഞാൻ രഞ്ജിനിനെ കാണാൻ. ഓക്കെ, രഞ്ജിനിനെ കണ്ടു കഴിഞ്ഞാൽ താൻ പോയിക്കോളൂ. പോയിക്കോളൂല്ലോ. രഞ്ജിനിനെ കണ്ടോളൂ. ഇല്ലല്ല, അടുക്കുന്നില്ല. ഇത്ര ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാം. ഇതാണ് രഞ്ജിനി. കണ്ടു, ഇനി പോയിക്കോ. ഏത് രഞ്ജിനി? ഇത് ചിത്രത്തിലെ രഞ്ജിനി. ഏത് ചിത്രത്തിലെ രഞ്ജിനി? എടോ, പ്രിയദർശൻ മോഹൻലാലിനെ നായകനാക്കി ചെയ്ത ചിത്രത്തിലെ രഞ്ജിനിയാണിത്. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഏത് ചിത്രത്തിലെ രഞ്ജിനി? ചിത്രം. ഓക്കെ, ഇത് എന്താ മാജിക് കാണിക്കേണ്ട കാര്യം പറ. മോഹൻലാല് നായകൻ. സിനിമയാണ്? സിനിമ. അത് പറ. സിനിമയായിരുന്നല്ലേ? ദൂരക്കിഴക്കു. അല്ല, ഏത് സിനിമയത്? ഏത് സിനിമയിലെ രഞ്ജിനിയത്? എടോ, പ്രിയദർശൻ മോഹൻലാലിനെ നായകനാക്കി ചിത്രം എന്നു പേരുള്ള ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. ആ സിനിമയിലെ പാട്ടാണ് ദൂരക്കിഴക്കുതിച്ച മാണിക ചെമ്പഴുക്കാരൻ. അത് തന്നെ. ആ സിനിമയിലെ നായകനെ ഓർമ്മയുണ്ടോ? അതാണ് ആ രഞ്ജിനിയാണ് ഈ രഞ്ജിനി. എന്റെ രഞ്ജിനിയായിരുന്നു അത്. അടുക്കണ്ട. ഒരു കാര്യമുണ്ട് രഞ്ജിനി, ഞാൻ വലിയൊരു ആരാധന രഞ്ജിനിയുടെ. പിന്നെ പക്ഷെ ഇങ്ങനെ കള്ളു കുടിച്ചിട്ട് വന്ന അത് ഭയങ്കര മോശമാണ്. കാര്യം നിങ്ങൾ ഒരുപാട് ആരാധിക്കുന്ന ഒരു വ്യക്തിനെ കാണാൻ പോകുമ്പോ ഇങ്ങനെ ലക്കിന്റെ കാനില്ലാണ്ട് കള്ളും കുടിച്ച് അങ്ങനെ പറയരുത്. അതിനകത്ത് ഒരു പങ്ക് രഞ്ജിനിക്കുണ്ട്. രഞ്ജിനി കാരണം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മദ്യപാനം തുടങ്ങിയത് തന്നെ. കാര്യം വേറൊന്നുമല്ല, ഞാൻ ഒത്തിരി നാള് അന്വേഷിച്ചിരുന്നു. എന്തോരം സ്ഥലങ്ങൾ അന്വേഷിച്ചിരുന്നറിയോ, കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ നേരിട്ട് ആദ്യമായിട്ട് ഇപ്പൊ ഞാൻ കാണാറിയോ, ആദ്യമായിട്ട് ഈ ചിത്രം ഇറങ്ങിയ സമയത്ത് എന്റെ വീട്ടില് മോനെ, എന്റെ പൊന്നു മോനെ, TV ഇല്ലടാ. അല്ല, ചിത്രം ഇറങ്ങിയ ടൈമിന് അങ്ങനെ അധികം ആളുകളുടെ വീട്ടിൽ TV ഇല്ല. നമ്മുടെ വീട്ടിൽ TV ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം സ്വാഭാവികമാണ്. അതിന് ഇത്ര ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, അങ്ങനെ എനിക്ക് രഞ്ജിനെ കാണാൻ പറ്റില്ല. പക്ഷെ രഞ്ജിനെ ഞാൻ എല്ലാ ദിവസവും കേൾക്കുമായിരുന്നു. ഞാൻ രഞ്ജിനിയുടെ കേക്ക് പിന്നെ നമ്മളെ ആകാശവാണിയിലെ ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് രഞ്ജിനി ഞാൻ കേൾക്കുമായിരുന്നു. ആകാശവാണിയില് ഉച്ചക്ക് 1 മണിക്ക് രഞ്ജിനിയോ? എങ്ങനെയത്? അത് ശരി. ഇപ്പൊ നിങ്ങളുടെ ഫോട്ടോ വെച്ചിലൊക്കെ ആകാശവാണിയിലെ രഞ്ജിനി അല്ലേ വന്നെ? രമണിയാണോ വന്നെ? അങ്ങനെ മേഡത്തിന്റെ വലിയൊരു ആരാധകനാണ് ഞാൻ. ചേട്ടാ, ഇങ്ങനെ ഡെയിലി ഇങ്ങനെ മദ്യപാനിച്ചിട്ട് ഭാര്യ എങ്ങനെ ഉപേക്ഷിച്ച് പോവല്ലേ? അവള് ഉപേക്ഷിച്ച അന്ന് ഞാൻ എന്റെ മദ്യപാനം നിർത്തും ഞാൻ. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അവളെ കെട്ടി അന്ന് പോലെ കുടി തുടങ്ങി ഞാൻ. അച്ചാറ് പോലും നക്കാതെ ഞാൻ. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവളുടെ ഉദരവ്. അങ്ങനെയാണ്, അറിയാമോ? താൻ മരിച്ചു പോയി കഴിഞ്ഞാൽ തന്റെ ഭാര്യയെ നോക്കാൻ ആരും ഉണ്ടാവില്ല. അതെങ്കിലും ആലോചിക്കണം നിങ്ങള്. അതെനിക്ക് യാതൊരു പ്രശ്നമില്ല. എന്താണ്? ഇഷ്ടം പോലെ ആൾക്കാർ നോക്കിക്കോളും. ഞാൻ ജീവിച്ചിരുന്നിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വന്ന് നോക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന സംഭവമാണ്. എന്തായാലും മേഡം ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ? കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ച് വീട്ടിൽ വന്ന് അവിടെ വന്ന് ഞാൻ ചോദിച്ചപ്പോ
പട്ടീനെ ഇറക്കി വിട്ടത് എന്റെ വീട്ടിലോ? ശരിയായില്ല. ഞാൻ ഫ്ലാറ്റിലല്ലേ താമസിക്കുന്നേ. അവിടെ പട്ടിയില്ലല്ലേ? ആ, റിംഗ് മാസ്റ്റർ, റിംഗ് മാസ്റ്ററിലെ പട്ടി. റിംഗ് മാസ്റ്റർ ഒന്നുമല്ല, എന്റെ പട്ടീനെ അഴിച്ചു വിട്ടു. ഞാൻ ഓടി, എന്നെക്കാളും മണ്ണുള്ള പട്ടി ആയതുകൊണ്ട് അത് അണച്ചു നിന്ന് ഞാൻ ഓടി രക്ഷപ്പെട്ടു. അത് പോട്ടെ, എന്നാലും മോശമായി പോയി പട്ടീനെ ഇറക്കി വിട്ടു. ഓ, ഇത് ആള് മാറിപ്പോയതാട്ടോ. അത് ഈ രഞ്ജിനി അല്ല, അത് വേറെ രഞ്ജിനിയാണ്. അത് പട്ടിയോട് ഒരുപാട് സ്നേഹമുള്ള രഞ്ജിനി വേറെയുണ്ട്. ഈ രഞ്ജിനി കാരണമുണ്ട് 10 പിള്ളേരുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഫ്ലോറിൽ വന്നിട്ട് വൃത്തിയോട് പറയാൻ നിൽക്കരുത്. വൃത്തിയോടെ എനിക്ക് പിള്ളേരുണ്ടാവുന്നത്. മാഡം ഗസ്റ്റ് ആണ് ഇവിടെ കേട്ടോ. മാഡം കാരണം എങ്ങനെ നിങ്ങൾക്ക് 10 കുട്ടികൾ ഉണ്ടാവുക? മനസ്സിലാക്കണം. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു രഞ്ജിനിന്. എനിക്കൊരു പെൺകുട്ടി ഉണ്ടാവുമ്പോ രഞ്ജിനി എന്ന പേരിടുന്ന എന്റെ വാശിയായിരുന്നു. ഐ ഹാവ് അത്ര ഇതായിരുന്നു ഞാൻ. അപ്പൊ എങ്ങനെ ഇടന്ന് വെച്ചപ്പോ എനിക്ക് ആദ്യം ഒരു കൊച്ചുണ്ടായി, ആൺകൊച്ച് ഗഞ്ചു ഇട്ടു. ഞാൻ ചേർത്ത് അങ്ങോട്ട് പോട്ടെന്ന് ഓർത്ത്. രണ്ടാമത്തെ കാത്തിരുന്നു, വന്ന് ചാടിയാക്കണ് ചേർക്കാൻ. അവനിട്ടു രഞ്ജിത്ത്. മൂന്നാമത്തവൻ വന്നു, അത് പെണ്ണായിരിക്കുന്ന വിചാരിച്ചേ വന്നേക്കണ്. അങ്ങനെ തന്നെ ഒരു സാധനം രഞ്ജിലേഷ് എന്നങ്ങ് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഇഷും കായും കീയൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ടിട്ട് പോയി 10 കൊച്ചുങ്ങളായപ്പോ നിർത്തിക്കളഞ്ഞാൻ. പേര് തീർന്നിട്ടല്ല, നാട്ടുകാർ പേരുദോഷം പറയാൻ തുടങ്ങി. പരിപാടി നിർത്തി ഞാൻ. പ്രൊഡക്ഷൻ കമ്പനി പൂട്ടിക്കളഞ്ഞു ഞാൻ. എനിക്ക് തോന്നുന്നു താൻ ചിത്രം കൂടാണ്ട് വേറെ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവസാനം ഗ്രാൻഡ് മാസ്റ്റർ, ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന റിംഗ് മാസ്റ്റർ. ഞാൻ പുതിയ സിനിമയ്ക്ക് പോറല്ലേ. എന്താ കാര്യം? കഷ്ടപ്പെട്ട് കൂലിപ്പണി എടുത്ത് നമ്മൾ കാശും മേടിച്ചാൻ ടിക്കറ്റ് കൊടുത്ത് അവിടെ ചെല്ലുമ്പോ മറ്റൊരുത്ത ഇങ്ങനെ ഞെളിഞ്ഞു വെച്ചൊരു ഒറ്റ കയറലവൻ ടിക്കറ്റ് കയറി കളയും കാശ്. അണ്ട് അകത്ത് കയറി ചെല്ലും. അകത്ത് കയറി ചെല്ലുമ്പോഴാണ് പിന്നെ സംഭവം ചങ്കിക്കൊള്ള സാധനം പിന്നെ തുടങ്ങുന്നത്. എന്താ കാര്യം? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അത് ഇന്റർവെല്ലും കാണിക്കും, തുടക്കം കാണിക്കും, അവസാനം കാണിക്കും. പിന്നെ എങ്ങനെ കണ്ടിരിക്കാനാ? അതിന്റെ കൂടെ വേറെ സാധനം, സീറ്റേ ചവിട്ടരുത്. ഇത്ര ലക്കില്ലാണ്ട് നടക്കണം, എവിടെയെങ്കിലും ചവിട്ടി നിൽക്കണ്ടേ? അതും സംഭവിക്കൂല. പിന്നെ എങ്ങനെ പുതിയ പടം കാണും? പണ്ട് മുതലേ മേഡത്തിന്റെ പേഴ്സ് എന്റെ കയ്യിലുണ്ടായിരുന്നു. അല്ല, എന്റെ പേഴ്സിൽ മേഡത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, ചെറിയൊരു ഫോട്ടോ. ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുമായിരുന്നു ഈ ചന്ദ്രനെ. ഫോട്ടോ ഇല്ലേ? ഇല്ല. ഇപ്പൊ ഈ സൈസിൽ ആ ഫോട്ടോ കേറില്ല, പേഴ്സിൽ കേറില്ല. ഇപ്പൊ ഫ്ലെക്സാ. വീട്ടിൽ ചാരി വെച്ചേക്ക, വലിയ ഫ്ലെക്സ് വീട്ടിൽ ചാരി വെച്ചേക്ക. ഒരു ചെറിയൊരു മ്യൂസിക് ഡാൻസ്. ഇങ്ങനത്തെ കല്ല് കുടിച്ചിട്ട് എന്നോട് ഡാൻസ് ആടാൻ ഞാൻ സമ്മതിക്കില്ല. അത് വേറെ കേസുണ്ട്. ഞാൻ പേര് കളിക്കൂല. നിങ്ങൾ മോഹൻലാലേട്ടനും മാഡം കൂടെ കൂടിയിട്ടതൊന്ന് ലോ ആക്കി വെച്ചേക്കും. അത് കളിച്ച് ഇനി ഞാൻ കയറി കളിച്ച് അത് ഹൈ ആക്കി വെച്ചിട്ട് വേണം എന്റെ അടുത്ത് കോംപ്ലക്സ് അടിക്കാൻ. അങ്ങനെ വേണ്ട, ഞാൻ ഒരാളെ തരാം. ചെറുതായിട്ട് ചെയ്യുന്ന സാധനത്തിന് ഒരാളൊക്കെ തരാം. നോക്കട്ടെട്ടാ, ഇതിനകത്ത് എഴുതി വെക്കണം അയ്യപ്പനെ കണ്ടായി. എടാ കൊച്ച എങ്ങനെടാ? സിക്സ് പാക്ക് അവൻ. എനിക്കറിയാം എന്റെ പയ്യനാണ്. ചെറിയൊരു പാട്ട് കൂടെ ഇടും, ചെറുതായിട്ട് മേഡത്തിന്റെ അങ്ങനെ ഒരു സ്റ്റെപ്പ് കാണാൻ വേണ്ടി. എന്റെ കണ്ണിറച്ച് കണ്ടേച്ച് എനിക്ക് ചത്താലും വെള്ളം. ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടുപേരും ഡാൻസ് ആടിക്കും. പിന്നെ ഇവന്റെ കൂടെ ഡാൻസ് കളിച്ച് എന്നെ വലിച്ചെറിച്ച് ഇറങ്ങാനാ. ആ പാട്ടൊന്നും മ്യൂസിക് ഒന്നും പ്ലേ ചെയ്യാം. കൈയടിക്ക്, നിങ്ങൾ എന്നാ അതെ അത് വേണ്ട, മതി പോവോ. അവൻ കിട്ടിയ അവസരത്തില് ഒരവസരം കിട്ടിയപ്പോ അവൻ കറക്കാൻ നോക്കണം. ഇപ്പൊ കറക്കി 3 മാഡം. ഇപ്പൊ എന്താണെങ്കിലും ഒരൊറ്റ ആവശ്യം കൂടി. മേഡം ഒരൊറ്റ താലി കെട്ടിക്കോട്ടെ. കെട്ടാൻ പറ്റില്ല. എടോ എന്ന് വൃത്തികേടാണോ? ഒരു താലി കെട്ടിക്കോട്ടെ. ജീവിത പ്രശ്നമാണ്. പ്ലീസ് സമ്മതിക്കൂ, പ്ലീസ് മാഡം. വേറെ കാര്യം പറയൂ. ഞാനേ പൂ വെച്ചടിക്കരുത്, പൂ വെച്ച കാതറല്ല ഞാൻ പൂ വെച്ചടിക്കും. പക്ഷെ എന്റെ ചേട്ടൻ വന്നാല് കാര്യം തീർക്കും. കൊച്ചിക്കാരനല്ലേ അല്ലേ? ഞാനിവിടെ ഈ പ്രദേശക്കാരാ. മുങ്ങിയ പിന്നെ പൊങ്ങണത് വേറെ നാട്ടിലായിരിക്കും. സംഭവം വേറെ ഒന്നുമില്ല. ഞാൻ ബാങ്കിൽ പോയി ലോൺ ചോദിച്ചപ്പോ അവര് പറഞ്ഞു തരില്ലെന്ന്. കള്ളുകൂടിയമാർക്ക് തരില്ലെന്ന് പറഞ്ഞു. ഒറ്റ DN സിനിമാറ്റിക് എഞ്ചിനീയറാണ് ഞാൻ താലി കെട്ടിയേക്കണെന്ന് പറഞ്ഞു.
എന്റെ ഭാര്യ സിനിമാറ്റിക് എഞ്ചിനീയർ എന്ന് പറഞ്ഞു പോയി. ഇപ്പൊ തന്നെ മാനേജർ വരും. ഒരു താലി അപ്പൊ തന്നെ ഊരിക്കോളാം. ഇനി ഓവറാക്കി ഇനി താൻ അടി വാങ്ങും. ഒന്നും കഴിയോട്ടെന്ന്. ഇനി ഞാൻ 2-3 തവണ പറഞ്ഞു, അപ്പൊ താൻ കേട്ടില്ല. കല്യാണി, യെസ് കല്യാണി, മൈ ഡിയർ കരടി. കല്യാണി ഇനി ചവിട്ടി കൂട്ടി ഞാൻ. ചേച്ചി അപ്പോൾ വളരെ നല്ല എപ്പിസോഡായിരുന്നു. ഞങ്ങൾ ഒരുപാട് നല്ല ടൈം സ്പെൻഡ് ചെയ്തു ചേച്ചിയുടെ ഒപ്പം. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള എപ്പിസോഡായിരുന്നു. അപ്പോൾ ചേച്ചിനെ ഒരുപാട്, അതായത് ഇത്ര ഗ്യാപ്പിന് ശേഷവും ചേച്ചിയുടെ പ്രസൻസ് ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, ഇപ്പോഴും അതുപോലെ തന്നെ എവർ ഗ്രീൻ ആണ്. അപ്പം അങ്ങനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യം എല്ലാ മലയാളീസ്ക്കും ഞാൻ നന്ദിയാണ് പറയുന്നത്. കാരണം ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ഞാൻ സിനിമ വിട്ട് വന്ന ശേഷവും ഇപ്പോഴും എവിടെ ചെന്നാലും എല്ലാവരും എനിക്ക് വളരെ സ്നേഹമാണ് കൊടുക്കുന്നത്. സോ ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ. കാരണം ഞാൻ ജനിച്ച വളർന്ന സിംഗപ്പൂരിൽ കൂടെ എനിക്ക് ഇങ്ങനത്തെ അപ്രിസിയേഷനോ ഒരു ലവ് എനിക്ക് കിട്ടിയിട്ടില്ല. അത് കാരണം കൊണ്ട് ഞാൻ വളരെ സന്തോഷമാണ് ഇവിടെ കേരളത്തിൽ ജീവിക്കുന്നതിൽ. സോ എനിക്ക് വാക്കുകളില്ല, നന്ദി മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. താങ്ക് യു സോ മച്ച്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ചേച്ചി ഇപ്പോഴും മലയാള സിനിമകൾ അഭിനയിക്കുന്നതും ഒരു മലയാളിനെ കല്യാണം കഴിച്ചതും കൊച്ചിയിൽ താമസിക്കുന്നതും. അതെ അല്ലേ? അതെ, നിമിത്തം. കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ ചുങ്ക ജ്വല്ലറിയുടെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. മറ്റൊരു പുതിയ എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. കീപ് വാച്ചിങ് ഫ്ലവേഴ്സ് ടിവി. Yeah.